മണിയൂരിൽ മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശ്രമം LDFന്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഉണ്ടായിട്ടില്ല. മാഷുടെ കോളറിന്റെ ബോർഡ് പിടിച്ച് മാഷുടെ ബന്ധത്ത് അമർത്തി ഒരു CPM പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവതരിപ്പിച്ച് അയാളെ കൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കി വ്യാപകമായ പ്രചരണം നടത്തി. സ്വീകാര്യതയുള്ളയാളെന്നൊക്കെ പറഞ്ഞു വന്ന ആളാണല്ലോ മറക്കാത്തുള്ള. അദ്ദേഹത്തെ 21 ജനദിന തോൽപ്പിച്ചത് ആ സിറ്റുവേഷൻ ഇപ്പോഴും മണ്ഡലത്തിൽ നിൽക്കുകയാണ്. മണിയൂർ തെരൂർ ക്ഷേത്രോത്സവത്തിനിടെ കുറ്റ്യാടി മണ്ഡലം LDF സ്ഥാനാർത്ഥി KP കുഞ്ഞമ്മദ്കുട്ടിക്കെതിരെ നടന്ന കയ്യേറ്റത്തെ അപലപിച്ച് LDF. കയ്യേറ്റം നടന്നില്ലെന്ന് സ്ഥാപിക്കാൻ കള്ളക്കഥകൾ മെനയുകയാണ് UDFും RMPയും. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനും സാമൂഹിക മാധ്യമങ്ങളിൽ CPM പ്രവർത്തകന്റേത് എന്ന പേരിൽ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇല്ലാത്ത തിരക്കഥകൾ ഉണ്ടാക്കിയത് RMPയാണെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം മണിയൂർ തെരുവിലുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെ സംബന്ധിച്ച് വ്യാപകമായ നിലയിൽ നുണപ്രചാരണം UDFന്റെ ഭാഗത്തുനിന്നും മറ്റു ചില തൽപരകക്ഷികളുടെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. ഒരു നിജസ്ഥിതി നിങ്ങളെ അറിയിക്കുക എന്നുള്ള നിലയിലാണ് LDF ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം ഇപ്പോൾ കുറ്റ്യാടി UDFന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം തികച്ചും വാസ്തവവിരുദ്ധമാണ്. അദ്ദേഹം പറയുന്നത് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നാണ്. പരാജയ ഭീതി പൂണ്ടിട്ടുള്ള LDF കലാപമുണ്ടാക്കി വിജയം നേടാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ്. എന്നാൽ അത്തരമൊരു ശ്രമം സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അതിന്റെ തൊട്ടു മുമ്പുള്ള ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ളത് നിലവിലുള്ള UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് കോടന്നൂര് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. അതിൽ സംശയിച്ച ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ സ്കൂളിലേക്ക് ഒരു മാർച്ച് നടത്തിയത് സംബന്ധമായി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിലവിലുള്ള UDF സ്ഥാനാർത്ഥി പ്രസംഗിച്ചത് അദ്ദേഹം നിലവിലുള്ള MLA കുഞ്ഞമ്മദ്കുട്ടി മാഷിന്റെ മാനസപുത്രനാണ്. ബ്ലോക്ക് പ്രസിഡന്റ് TK അഷ്റഫിന്റെ പ്രധാനപ്പെട്ട അനുയായിയാണ്. ഇവർ രണ്ടുപേരും കൂടി തലേ ദിവസം ബോംബ് കൊടുത്ത് ഏൽപ്പിച്ച് ചെയ്ത പണിയാണിത് എന്ന് പ്രസംഗത്തിൽ അദ്ദേഹം നടത്തി അങ്ങനെ ഒരു പ്രയോഗം. ഒരു തെളിവുമില്ലാത്തൊരു കാര്യം പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞ് അതിന്റെ ഭാഗമായി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു ശ്രമം നടന്നതെല്ലാം ഈ നാട്ടിലെ പത്രമാധ്യമങ്ങളുടെയൊക്കെ മുമ്പിലുണ്ട്. പക്ഷെ അവരാരും അത്, നിങ്ങൾ ഉൾപ്പെടെ പലരും അത് വാർത്ത എന്ന നിലയിൽ കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇതെല്ലാം നാട്ടില് നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞമ്മദ്കുട്ടി മാഷെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാം, അതിലൂടെ എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാം, അതിന് നല്ല ഉദാഹരണമാണ് അതൊക്കെ. ഇത് നേരത്തെ UDF സ്വീകരിച്ചൊരു രാഷ്ട്രീയ തന്ത്രമാണ്. ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, കലാപം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക എന്ന പണി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 2001 പെരുവമ്പറമ്പില് ഇല്ലാത്ത ബലാത്സംഗം പെരുപ്പിച്ച് കാണിച്ച് പ്രചരിപ്പിച്ച് അതിന്റെ പേരിൽ വലിയ നിലയിൽ പോളറൈസേഷൻ കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയതൊക്കെ മുസ്ലിം ലീഗും UDFും ചേർന്നിട്ടാണ്. അതൊക്കെ ഇവിടെ ചരിത്രമാണ്. ഏറ്റവും അവസാനം മെയ് 17 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്നു. ജൂൺ 2-ാം തീയതി 15 ദിവസം കഴിഞ്ഞപ്പോൾ ജൂൺ 2-ാം തീയതി വൈകിട്ട് ബിനു എന്ന് പറയുന്ന ആക്ഷേപിക്കപ്പെട്ട ചെറുപ്പക്കാരനെ, DYFI പ്രവർത്തകനെ കൊല ചെയ്തു. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെട്ടു വന്ന കലാപത്തിന്റെ ഉൽപ്പന്നമാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം UDFനാണെന്ന് പിന്നീട് നബീസും അവരുടെ ഭർത്താവും പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഞങ്ങളെ അങ്ങനെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല, ഞങ്ങളെ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഇതെല്ലാം UDF പറഞ്ഞ് അതിന്റെ ഭാഗമായി ഞങ്ങളെയൊക്കെ നിർബന്ധിച്ചതിന്റെ ഭാഗമായി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ആ കേസ് ഉൾപ്പെടെ തള്ളിപ്പോയി. പക്ഷെ ബിനുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ പ്രസംഗത്തിലൂടെ ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ പ്രാദേശിക പത്ര ലേഖകന്മാരോടും മാധ്യമ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇന്നിപ്പം
വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: കലാപം ഉണ്ടാക്കാൻ, മണിയൂരിൽ മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശ്രമം LDFന്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അയാൾ നടത്തിയ, നേരത്തെ ഞാൻ പറഞ്ഞ മന്നത്തുകാവ് സ്കൂൾ പരിസരത്ത് നടത്തിയ പ്രസംഗത്തെ ഉപയോഗപ്പെടുത്തി അതിനെതിരായിട്ട് ഒരു ക്യാമ്പയിൻ, അങ്ങനെ ഒരു സംഗതിയെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് ജനം മനസ്സിലാക്കട്ടെ എന്നുള്ള നിലയിലാണ്. കുഞ്ഞമ്മൂട്ടി മാഷെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നാദാപുരം ഉൾപ്പെടെയുള്ള നിരവധി കലാപങ്ങൾ നടന്ന കാലത്ത് കുഞ്ഞമ്മൂട്ടി മാഷ് നേരിട്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിച്ചയാളാണ്. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആക്ഷേപവും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് ലീഗിന്റെ പ്രധാനപ്പെട്ട അന്നത്തെ നേതാക്കന്മാരുൾപ്പെടെ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിയാണ് സമാധാന അന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് നല്ല ശ്രമം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരമൊരു ആളെ ഇകഴ്ത്തി കാണിക്കുക, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ ഇകഴ്ത്തി കാണിക്കാൻ ആഴ്ചകൾക്ക് മുമ്പേ ശ്രമം നടത്തി. അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കായികമായി ആക്രമിക്കുക എന്ന് പറയുന്ന നിലയിലേക്ക് മുന്നോട്ട് പോയതിന്റെ നല്ല ഉദാഹരണമാണ് ഈ മണിയൂർ തെരുവിൽ നടന്നിട്ടുള്ള ഈ അതിക്രമം. ആ അതിക്രമവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച ബാബുമാഷുണ്ട്, സുരേഷ് ബാബുമാഷ്, അദ്ദേഹം വിശദമായിട്ട് നിങ്ങളോട് പറയും. 21-ാം തീയതി ഈ മണിയൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാങ്കണത്തിലേക്ക് ഞാനും മാഷും അതേപോലെ RJD കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റായ TN മനോജനും കൂടിയാണ് പോയത്. ഏതാണ്ട് 2 മണിക്കൂർ സമയം അവിടെ ഇരിക്കുന്നു, ആളുകളെ കണ്ടു, അവിടുത്തെ അന്നദാനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം മനോജൻ പിരിഞ്ഞുപോയി. ഞാനും മാഷും അമ്പലത്തിന്റെ തെക്കേ നടയിൽ കടന്ന് റോഡിലിറങ്ങി. മാഷുടെ കാറ് മണിയൂർ തെരുവിലാണ് ഉണ്ടായിരുന്നത്. ആ കാറിന്റെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുന്നതിനിടയിൽ ഈ വരവിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ മാഷിന് ഇങ്ങനെ കൈകൊടുത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ വരവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാള് മാഷെ കൈപിടിച്ച് വരവിനകത്തേക്ക് കൊണ്ടുപോയി. അയാളെ ലക്ഷ്യം എന്ന് പറയുന്നത് മറുഭാഗത്തുള്ള ആളുകളെ മാഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അയാൾ കൊണ്ടുപോയത്. മാഷ ആദ്യത്തെ കൈ ഒരാൾക്ക് കൊടുക്കുമ്പോഴേക്ക് തന്നെ മാഷിന്റെ ക്യാമറാമാനെ ചവിട്ടി താഴെ ഇട്ടു. അതിനുശേഷം മാഷിന്റെ കോളറിന്റെ മുകളിൽ പിടിച്ച് മാഷിന്റെ ബന്ധത്ത് അമർത്തി അയാൾ പിന്നോട്ടേക്ക് ഉന്തുവാണ് ചെയ്തത്. മാഷ അവിടെ പോകാൻ പോയ മാഷ തൊട്ട് പിന്നിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ മാഷ താങ്ങി, അതുകൊണ്ട് മാഷ പോയില്ല. ആരാണിത് ചെയ്തതെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് RMDയുടെ മണിയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വടക്കേപ്പറമ്പിൽ ദിനേശനാണ് പൂക്കറ്റം മദ്യപിച്ച് ഈ കയ്യേറ്റം, മാഷക്കെതിരായിട്ട് ഈ കയ്യേറ്റം നടത്തിയത്. ദിനേശന്റെ കഴുത്തോട് കൂട്ടിപ്പിടിച്ച് വടക്കേപ്പറമ്പിൽ ബാബു എന്ന് പറയുന്ന ഒരാൾ കഴുത്തോട് കൂട്ടിപ്പിടിച്ച് പിന്നോട്ടേക്ക് മറിച്ച്, അങ്ങനെയാണ് മാഷിന്റെ ഈ കോർണറിൽ നിന്ന് കൈവിടുന്നത്. അതിനുശേഷം പിന്നെ ഈ പറയുന്ന ആളുകളുമായിട്ട് ഭയങ്കര തർക്കം ഉണ്ടാക്കി, അവർ ആക്രമിക്കാൻ നോക്കി. എല്ലാവരും കൂടി അത് സമാധാനിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. മാഷയും കൂട്ടി ഞാൻ പുറത്തേക്ക് വന്നു. മാഷ് ആയഞ്ചേരി കൺവെൻഷനാണ്, നിയോജകമണ്ഡലം കൺവെൻഷനാണെന്ന് മാഷ് അങ്ങോട്ടേക്ക് വിട്ടു. ഞാൻ പയ്യോളി സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു. അത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അതിനുശേഷം മാഷെ കയ്യേറ്റം ചെയ്തു എന്നുള്ള വാർത്ത വ്യാപകമായി പ്രചരിക്കേണ്ടായി. അത് തടയുന്നതിന് വേണ്ടി മാഷ കയ്യേറ്റം ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു CPM പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അവതരിപ്പിച്ച് അയാളെ കൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കി വ്യാപകമായ പ്രചരണം നടത്തി. ഇയാൾ CPM പോയിട്ട് യാതൊരു ബന്ധവുമില്ല. CPMന്റെ ഒരു അനുഭാവി കുടുംബത്തിലെ ആളാണ്. ഏതാണ്ട് ഒരു 10 കൊല്ലത്തിന് ഇപ്പുറം അദ്ദേഹം യാതൊരു തരത്തിലുള്ള പാർട്ടി പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഇക്കാര്യം പിന്നെ പലരും ചോദ്യം ചെയ്തതോടുകൂടി പിറ്റേ ദിവസം ഇയാൾ CPM പ്രവർത്തകനാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പോസ്റ്റർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തി. ആ പോസ്റ്റർ 2015 അന്ന് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഈ തെക്കേടത്ത് വിജിത്തും LDFന്റെ വിജയനും തന്നെയായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ച 2 ആളുകൾ തന്നെയാണ് 2015 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്നത്തെ ബൂത്തിൽ
സ്ലിപ്പ് വിതരണം ചെയ്യാൻ വേണ്ടി ഇവർ ഇരുന്നിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ചു. അതിനിപ്പുറത്ത് ബാലറാം മാഷാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആനന്ദവല്ലി മത്സരിച്ചിട്ടുണ്ട്. ആനന്ദവല്ലിന്റെ മുഖം ഷെയ്ഡാക്കി ബാലറാം മാഷ് പോസ്റ്റർ കട്ട് ചെയ്ത് ആണ് ഈ സാധനം വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ അടിയിൽ ഏറ്റവും അടിയിൽ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും അനൂപ് ഉണ്ണി 2015 നവംബർ എന്ന് വളരെ കൃത്യമായിട്ട് അതിൽ കാണും. ഈ തരത്തിലാണ് പ്രചരണം. അതിനുശേഷം അവിടുത്തെ UDF-ന്റെ പഞ്ചായത്ത് മുൻ ചെയർമാൻ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്നു. ഈ പറയുന്ന ആൾക്ക് CPM പ്രവർത്തകന്മാരിൽ നിന്ന് വധഭീഷണിയുണ്ട്. ഇദ്ദേഹത്തിന്റെ കുടുംബവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പാർട്ടിക്കെതിരാണ് എന്ന മറ്റൊരു പോസ്റ്റ് പിന്നെയും. ഈ തരത്തിലാണ് ഇതിന്റെ പ്രചരണം. ഇവരിപ്പോ ചോദിക്കുന്നത് എവിടെ തെളിവെന്നാണ്. മാഷ കൂടെ ക്യാമറാമാൻ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ അദ്ദേഹത്തെ ചവിട്ടി താഴെ ഇട്ടിട്ടുണ്ട്. ശേഷം അവിടെ ഈ വരവിനോട് ഒപ്പം വന്ന ആളുകളാണുള്ളത്. ഇനി അവരാരെങ്കിലും എടുത്തിട്ടൊന്നും നമുക്കറിയില്ല. മാഷും ഞാനൊക്കെ അങ്ങേയറ്റം പരിഭ്രമിച്ചു പോയി. കാരണം ഇങ്ങനെ ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിച്ചല്ല. 2 മണിക്കൂർ സമയമാണ് നിന്ന് എല്ലാവരോടും സൗഹൃദം പങ്കിട്ടു. പാറക്കൽ അബ്ദുള്ളയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മാഷും പാറക്കൽ തമ്മിൽ സൗഹൃദം പങ്കിട്ടിട്ടുണ്ട്. അതിലൊക്കെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യും എന്ന് നമ്മളാരും കരുതിയിട്ടില്ല. ഇത് വളരെ ആസൂത്രിതമായി നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ RMP പ്രവർത്തകന്മാർ ചെയ്ത പരിപാടിയാണ്. ഈ പറഞ്ഞ ദിനേശന് മാഷോടും LDF-നോടൊക്കെ വലിയ രൂപത്തിലേക്കുള്ള പ്രതിഷേധമുണ്ട്. ഈ കൊട്ടോ തട്ടക്കുണ്ട് കടവ് റോഡ് മുടക്കുന്നതിന് വേണ്ടി വലിയ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് 6ഓളം കേസുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. അതിൽ 3 കേസുകൾ, 3ാമത്തെ കേസ്, 5ാമത്തെ കേസ്, 6ാമത്തെ കേസ്, ഈ 3 കേസുകൾ ദിനേശന്റെ പരാതിയാണ്. പക്ഷേ എല്ലാ കേസുകളും തള്ളിപ്പോയി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തിയ പ്രചരണത്തിന്റെ പൊള്ളത്തരം ആളുകൾ മനസ്സിലാക്കി. മൊത്തത്തിൽ ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് ദിനേശ്. ആ പക, വിദ്വേഷം അത് കിട്ടിയ അവസരത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്നലെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വലിയ രൂപത്തിൽ പറഞ്ഞ ആളുകൾ വ്രതം ആവർത്തിച്ചുപയോഗിച്ച വാക്കാണ് വ്രതം. എന്താണ് ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഡൈവേർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിശ്വാസികൾക്കെതിരായിട്ട് ഇത് മാറ്റേണ്ടത്, അതിനു വേണ്ടിയുള്ള ഒരു ആസൂത്രണമാണ് ആ വ്രതം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത്. ഒരു വ്രതവും അവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ആരും ഉയർത്തിയിട്ടില്ല. ഈ വിനോദന്റെ ഭാഗത്ത് നിന്നാണ് ഈ വരവ് വരുന്നത്. ആ വരവിന്റെ സംഘാടകന്മാർ, ആ വരവിലുള്ള ഏതെങ്കിലും ഒരാൾ ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടേയില്ല. ഇനി ഇത് എല്ലാവരും കൂടി ചേരുന്ന ഒരു ഉത്സവമാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഉത്സവം മാത്രമേ. ഇപ്പൊ അവിടെ അന്നദാനം, അന്നത്തെ അന്നദാനം അത് മുഴുവൻ പാചകം ചെയ്തത് ഒരു മുസ്ലിം സഹോദരനാണ്. അയാളുടെ നേതൃത്വത്തിലാണ് പാചകം ചെയ്തത്. അവന്റെ തറവാട്ടിൽ നിന്നാണ്, ആ പറയുന്ന സഹോദരന്റെ തറവാട്ടിൽ നിന്നാണ് ഈ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ചോമപ്പനെ കാത്താടല്ലോ നിൽക്കുന്നത്. ഈ ചോമപ്പന് വേണ്ടിയുള്ള പന്തലിടാൻ കലാകാരായിട്ട് ഓല കൊണ്ടുവരുന്നത്, ഈ ഉത്സവത്തിൽ ഓല കൊണ്ടുവരുന്നത് വന്നത് തൊണ്ടക്കുഴി എന്ന് പറയുന്ന മുസ്ലിം കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിലെ ആളാണ് ഇന്നലെ പാചകത്തിന്റെ നേതൃത്വം നൽകിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾ, ഏതെങ്കിലും ഒരു ജാതിയുടെ മാത്രമല്ല, എല്ലാ ജാതിക്കാരുടെയും എല്ലാ മതക്കാരുടെയും ഒരു ഉത്സവം എന്ന നിലക്കാണ് പടിയൂർ ഉത്സവത്തിന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യമൊക്കെ അതാണ്. അതിനൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല. അത്തരം പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തിയത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ രണ്ടാളും മാഷ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാനും ഡയബറ്റിക് പേഷ്യൻ്റാണ്. അങ്ങേറ്റത്തെ ക്ഷീണവും പ്രയാസവും ഉണ്ട്.
അപ്പൊ മാഷോട് ഒരു അന്നേ സമയത്തിൽ വല്ലാത്തൊരു ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം, ഷുഗറും അതുപോലെ പ്രഷറും ചെക്ക് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഓൺ ദ വേ തിരുവള്ളൂർ CHC മാഷ് കയറിയത്. അവിടെ കയറിയിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. മാഷ് അവിടെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ കൊടുത്തിട്ടുണ്ട്, ഈ ഓഫീസ് ഇട്ട് പോലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല. ആ ഓഫീസ് ഇട്ട് മാഷ് പറഞ്ഞതാണ് ഒരാൾ അറിയാത്ത ഒരാൾ അൺനോൺ പേഴ്സൺ തള്ളി എന്നാ പറഞ്ഞിട്ടുള്ളത്. പരാതി കൊടുത്തു തന്നെ തന്നെയാണ്. രണ്ട് കാര്യം പരാതി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തള്ളി, മറ്റൊന്ന് അസഭ്യം പറഞ്ഞു. അസഭ്യം എന്ന് പറയുന്നത് മാഷ പരാതി ഞാൻ ഇവിടെ പറയുന്നില്ല. അസഭ്യം മാഷ പരാതി കൃത്യ രീതിയിലുള്ള അസഭ്യം കേട്ട ആൾ ഇഷ്ടം പോലെ ഉണ്ട്, മനസ്സിലായി. അല്ലാണ്ട് ഈ കേസിനൊരു ബലം പിടിച്ച് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല സ്റ്റേഷനിൽ പോയത്. ഇനി അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്രയും സംഭവം നടന്നാൽ പിന്നെ നിങ്ങൾ കേസ് കൊടുത്തു നാളെ ചോദിക്കും. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ രേഖപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ RP നേതാവ് പറയുന്നിടത്ത് പോലീസിന് എന്താ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടിയത് എന്ന് പറയുന്നത്. നമുക്കറിയാതെ കിട്ടുന്നു. നമ്മളിത് കേസ് കൊടുക്കണം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ അവിടുന്ന് പോയതിനു ശേഷം പാറക്കല് എല്ലാ ആളുകളും വളരെ മണൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. എല്ലാ ജാതി നാനാവിധപ്പെട്ട ആളുകളും മുസ്ലിം സഹോദരങ്ങളൊക്കെ വെളിച്ചെണ്ണ ദാനം ചെയ്യുന്ന സംഭവമാണ് മണിയൂർ ക്ഷേത്രം. മുസ്ലിമാണ് എല്ലാ ആളുകളും വളരെ നല്ല രീതിയിൽ. അതിനു മുമ്പേ ഈ ഭഗവസ്ഥാനം മുഖേനയുള്ള ഭഗവസ്ഥാനത്ത് പാർക്കൽ അബ്ദുള്ള വന്നിട്ടുണ്ട്. വോട്ടർമാർ കാണാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങളുടെ ആളുകൾ ചെയ്തു കൊടുത്താണ്. സ്ഥാനാർത്ഥികളാണ്. മണിയൂർ ക്ഷേത്രത്തിൽ കുഞ്ഞുമൂർക്കാഷ് ആ രൂപത്തിലാണ് ബന്ധപ്പെട്ടത്. ഇത് UDF അങ്ങനെ ഉണ്ടല്ലോ. മണിയൂർ പഞ്ചായത്തിൽ മണിയൂർ ഈ മണിയൂർ ഭഗവതി ക്ഷേത്രത്തിൽ താൽപ്പര്യ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു ജാതി അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് വോട്ട് നേടുക എന്നുള്ളൊരു സമീപനം ജനങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നതല്ല. ഒരു സാധാരണ രീതി തെരഞ്ഞെടുപ്പ് നാളെ കഴിയും. നമ്മളൊരു വേർതിരിവ് ഉണ്ടാക്കിയെടുത്തിട്ട് വോട്ട് നേടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന സംഭവമാണ്. ഇത് ഭൂരിപക്ഷവും ഇടതുപക്ഷ അനുയായികളാണ്. അവരാർക്കും ഇനിയിപ്പോൾ വലതുപക്ഷത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് ആർക്കും ഇതിന്റെ മുതൽ അഭിപ്രായ വ്യത്യാസമില്ല. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു സൈഡിൽ നിന്ന് അതെന്താണ് ഞാൻ മാഷെ കൂടി മുമ്പോട്ട് പോയി. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ ഉദ്ദേശമില്ല. കാരണം പോകുന്നത് ശരിയല്ല. വളരെ കൃത്യമായിട്ടുണ്ട്. ഈ പറയുന്ന ആള് വന്നിട്ട് അയാൾ മാഷ കൈ പിടിച്ചങ്ങോട്ട് കയറ്റിയതാണ്. അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പുറത്തുള്ള ആളെയും കാണണം എന്നുള്ള ലക്ഷ്യത്തിന്റെ കൊണ്ടാണ് അയാൾ ഒരു നിർദോഷമായി ചെയ്തൊരു സംഗതിയാണ്. അപ്പൊ തന്നെ ഈ സാധനം ഉണ്ടാവും. നമ്മൾ പിന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതെ വീഡിയോ അതെ അതുകൊണ്ട് അതിന്റെ പ്രതിഫലം തന്നെയായത്. കാരണം മണിയൂർ പഞ്ചായത്ത്, പുറമേരി പഞ്ചായത്ത്, രണ്ട് പഞ്ചായത്താണ് അവരുടെ ടാർഗറ്റ്. രണ്ടും ഇപ്പോൾ UDF ഭാഗത്തേക്ക് വന്ന പഞ്ചായത്താണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ തോറ്റു, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ 2150 വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ആ പഞ്ചായത്തിലുണ്ട്. മണിയൂർ മാത്രമല്ല, അതാണ് ഓരെ പേടിപ്പിക്കുന്നത്. അപ്പൊ അതെങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളൊരു സംഗതിയാണ്. ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഏത് തരത്തിലും കൊണ്ടുപോകാനും കഴിയുന്ന ഒരാളാണ് ഇപ്പോൾ അടുത്ത ജനപ്രതിനിധി വിജിത്തലാൽ. യഥാർത്ഥത്തിൽ ഇത് വിജിത്തലാലിന്റെ ഒരു അഭ്യാസമാണ്. വാസ്തവത്തിൽ UDF നമ്മൾ തലവെച്ച് കൊടുത്തു മാത്രമേ. ഇത് നാളെ മറ്റന്നാൾ ഓടിക്കുന്നത് ബോധ്യപ്പെടാൻ പോകുന്ന കാര്യമാണ്. ഇതേ കൊടുന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നാളെ ഓടിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. UDF ആയിട്ട് എന്ത് തർക്കമുള്ള മണി ആർക്കാ തർക്കമുള്ളത്? അമ്പലത്തിൽ പോകുന്ന തർക്കമുണ്ട്. അമ്പലത്തിൽ ഉത്സവം നടത്തുന്നത് UDF പ്രസിഡന്റ്, LDF സെക്രട്ടറി. LDF എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ DD മനോജനാണ് ഇപ്പൊ സെക്രട്ടറി. ഒരു പ്രയാസവും പ്രശ്നവും അവിടെ ഇല്ല. അവരിപ്പോ അവിടുത്തെ UDF നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഓരോ ഭാഗത്തും ഉണ്ടായി. ആ പ്രദേശത്തുള്ള ഇത് ദോഷം ചെയ്യില്ല, ബാക്കി നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും ഒരു ദോഷം ചെയ്യും. ഇത് ദോഷം ചെയ്യണമെങ്കിൽ മണിയൂർ ഈ ഉത്സവം നടക്കുന്ന മണിയൂർ തെരുവിൽ ഒരു ചർച്ചയില്ല. ചർച്ച ആകെ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രം. സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ചർച്ചയാണ്. വേറൊരു ചർച്ചയും നാട്ടിലുള്ള പുറത്തുമില്ല. അതും എഡിറ്റ് ചെയ്തൊക്കെ ആർക്കും പ്രയാസം ഉണ്ടാക്കിയില്ല. ഈ പ്രഥം എന്നൊക്കെ പറയുന്നത് ഈ UDFന്റെ ബുദ്ധിയിൽ വരുന്ന സാധനമല്ല. അതൊക്കെ ചങ്ങായിന്റെ ബുദ്ധിയിൽ വരുന്ന സാധനം. എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് അറിയാം. UDF ആലോചിക്കട്ടെ. ഇനി ഇങ്ങനെയുള്ള ഒരാളെയും കൊണ്ട് ഈ ഇലക്ഷൻ പോയാൽ ഇനിയും കലാപം ഉണ്ടാവും അവിടെ. അവരായി അറിയിക്കണം. ആരാലോചിച്ചു.
ഞങ്ങള് നിലവിൽ കഴിഞ്ഞ തവണ ഇതേ വലിയ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആളാണല്ലോ, സ്വീകാര്യതയുള്ള ആളെന്നൊക്കെ പറഞ്ഞു വന്ന ആളാണല്ലോ പാറക്കടത്തുള്ള. അദ്ദേഹത്തെ 21 ജനത്തിന് തോൽപ്പിച്ചു കളഞ്ഞു. ആ സിറ്റുവേഷൻ ഇപ്പോഴും മണ്ഡലത്തിൽ നിൽക്കുകയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വികസന താല്പര്യത്തോടെയുള്ളതല്ല. പല നിലയിലുമുള്ള ഫണ്ടുകൾ വന്നിട്ട് എല്ലാം അടയിരുന്ന് നേരത്തെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അതുപോലെ കിടന്ന ഘട്ടത്തിൽ നിന്നുള്ള സമ്പന്നാവസ്ഥ പരിഹരിച്ചയാളാണ് കുഞ്ഞുകുട്ടി മാഷ്. ആ ഒരു പോസിറ്റീവ് സംഗതി കുഞ്ഞുകുട്ടി മാഷിന്റെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും തന്നെയാണ് ഞങ്ങളെ ഉറച്ച വിശ്വാസം. ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ഈ വന്നിട്ടുള്ള വാർഡുകളിലെല്ലാം ഈ പറഞ്ഞ പൊളിറ്റിക്കൽ വോട്ട് ഇടതുപക്ഷത്തിനാണ്. തോറ്റെടുത്തു. പിന്നെ വ്യക്തിനിഷ്ഠമാണ്. വാർഡിലേക്ക് വരുമ്പോൾ വ്യക്തിനിഷ്ഠമാണ് പലപ്പോഴും വോട്ടുകൾ വരിക. തൊട്ട് അയൽവക്കത്തുള്ളവനായിരിക്കും സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ നമ്മളെ ബന്ധുവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. എന്നാൽ നമുക്ക് അടുത്ത പരിചയമുള്ള ആളായിരിക്കില്ല. 4-7-8 ഡിവിഷൻ വരുന്ന ബ്ലോക്കിലെ സ്ഥാനാർത്ഥി ഓരോ വാർഡിലും പരിചയമുള്ളതായിരിക്കണമെന്നില്ല, എവിടെ നിന്നും വരുന്നവരായിരിക്കും. അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷനാണ് അവരെ വോട്ടിങ്ങിലേക്ക്. അത് കൃത്യമായി ഇടതുപക്ഷമാണ്. അതുകൊണ്ട് കുറ്റ്യാടിയുള്ള കുഞ്ഞുമുതുട്ടി മാഷ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും മണിയൂർ പഞ്ചായത്തിലെ വോട്ട് പൊളിറ്റിക്കലി തീരുമാനിക്കപ്പെടും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. നമ്മളെ ഈ പാർട്ടി പണ്ട് എന്റെ കുടുംബമായതുകൊണ്ട് ഞാനൊന്ന രീതിയിലുള്ള മാറ്റിയിട്ട് ഇപ്പം ഒരു യുവത എന്ന് പറയുന്നത് അവർക്ക് എന്താണോ താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. മണിയൂര് ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു LDF കോട്ടയെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും മാറ്റി ഈ 2 തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ അതിന്റെ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് ഇതിനകത്ത് കമ്പയർ ചെയ്യാൻ തോന്നുന്നു. മത്സരിച്ച സമയത്ത് ഏറ്റവും വലിയ പ്രചരണം എന്തായിരുന്നു? കുട്ടോ തട്ടക്കൂട്ട് റോഡ് നിർമ്മിക്കപ്പെട്ടില്ല. അതായിരുന്നു പ്രചരണം. ആ പ്രചരണം നേരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല പരിക്കേൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇയാൾ വന്നത്. ഇയാൾ വന്നിട്ട് ഇയാൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ മാഷ് വന്ന് ചെയ്യാനുള്ള എല്ലാ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇയാളുടെ കാലത്താണല്ലോ വീതി 12 മീറ്ററിൽ നിന്ന് 10 മീറ്റർ ആകുന്നത്. ഇപ്പൊ തർക്കം എന്താണ്? തർക്കം 12 മീറ്റർ വീതി റോഡ് നിർമ്മിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ട അതാണ്. പക്ഷെ 12 മീറ്റർ വീതി നിർമ്മിക്കാൻ പറ്റില്ല എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ആരാണ്? കിഫ്ബി എടുക്കുന്നത്. ഏത് കാലത്ത്? പാറക്കൽ അബ്ദുള്ള MLA ആയ കാലത്ത്. അന്നാണ് ഇത് ഉത്തരവ് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ കാണിച്ചിട്ട് ഇപ്പോൾ ഇടതുപക്ഷമാണ് ഈ റോഡിന്റെ തടസ്സം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് കേസ് കൊടുത്തിട്ടുള്ളത്. 7ാമത്തെ കേസായി പോകും. 6 കേസ് തോറ്റു. 7ാമത്തെ കേസപ്പോൾ നടക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങളെ പറയുന്നത് ശരിയാണ്. അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേണൊക്കെ അങ്ങനെയൊക്കെ ആകാം. പക്ഷെ മണിയൂർ പഞ്ചായത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് 15 സീറ്റാണ്. 15 സീറ്റിലും ബ്ലോക്കിലും ജില്ലയിലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. ദിവാൻ മാഷ് പറഞ്ഞിട്ടുണ്ട് പ്രാദേശിക സ്ഥാനാർത്ഥികൾ അതുപോലുള്ള ചില ഇഷ്യൂസ് ആണ് ഈ ഭരണം നഷ്ടപ്പെടാൻ കാരണമായത്. ആ വാർഡുകളിൽ നമ്മൾ ബ്ലോക്കിലും ജില്ലയിലും ജയിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ വോട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ